2016 റിലീസായ അർബർ ഡിമോൺ എന്ന ഹൊറർ ത്രില്ലർ മൂവിയുടെ എക്സ്പ്ലനേഷൻ നമുക്കിന്ന് നോക്കാം. ഡാനയും ചാൾസും അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ കാടിനുള്ളിലേക്ക് പോകുന്നതും അതിനുശേഷം അവർക്ക് അവിടെ അനുഭവപ്പെടുന്ന ചില സൂപ്പർ നാച്ചുറൽ അനുഭവങ്ങളും പ്രമേയമാക്കിയ ഒരു ചിത്രമാണിത്. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ പ്രഗ്നന്റ് ആയ ഒരു ലേഡി വനത്തിനുള്ളിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു. പെട്ടെന്ന് വല്ലാത്ത അലർച്ച കേൾക്കുകയും അവൾ പേടിച്ച് ഓടുകയും ചെയ്യുന്നു. ഒരു തടിക്കഷ്ണത്തിൽ തട്ടി വീഴുന്ന അവളുടെ അടുത്തേക്ക് ഒരു അവ്യക്തമായ രൂപം വരുന്നതോടെ ആ സീൻ അവിടെ കട്ടാകും. അടുത്ത സീനിൽ കപ്പിൾസായ ഡാനയെയും ചാൾസിനെയുമാണ് കാണിക്കുന്നത്. ഡാന ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. വിവാഹം കഴിഞ്ഞ് 2-ാം വർഷമായെങ്കിലും അവർക്ക് ഇതുവരെ കുട്ടികളുണ്ടായിരുന്നില്ല. ഡാന വേഗം കുട്ടികളൊക്കെയായി ഒരു ഫാമിലി ലൈഫ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ചാൾസിന് ഒരുപാട് യാത്രകൾ ചെയ്യാനും അഡ്വഞ്ചർ ചെയ്യാനും അങ്ങനെ രണ്ടുപേരും മാത്രമുള്ള ലൈഫ് ആസ്വദിക്കാനുമൊക്കെയാണ് താല്പര്യം. കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് അവർ ഒരുമിക്കുന്നത്. എന്നാൽ ആക്സിഡന്റലി ഡാന ഇതിനിടയിൽ പ്രഗ്നന്റ് ആകുന്നെങ്കിലും ചാൾസ് അത് എങ്ങനെ എടുക്കുമെന്നറിയാത്തതിനാൽ അവൾ ചാൾസിനോടത് പറയുന്നില്ല. രണ്ടുപേരും വളരെ ഹാപ്പിയായ ഒരു ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും അങ്ങനെ അവരുടെ 2-ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ കാട്ടിലേക്ക് യാത്ര പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ചാൾസ് ഡാനയ്ക്ക് ആ സമയത്ത് ഒരു കോമ്പസ് ഗിഫ്റ്റായി കൊടുക്കും. ശേഷം അവർ യാത്ര തുടരുന്നു. ഇതിനിടയിൽ ഡാന കാണാതെ ഒരു പിസ്റ്റളും ചാൾസ് എടുക്കുന്നുണ്ട്. കാട്ടിലേക്കല്ലേ യാത്ര, ഒരു സ്വയരക്ഷയ്ക്കിരിക്കട്ടെ എന്ന് കരുതി കാണും. അങ്ങനെ അവർ യാത്ര തിരിക്കും. യാത്രക്കിടയിൽ അവൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിലും ചാൾസിന് അപ്പോഴും അതിൽ യാതൊരു ഇൻട്രസ്റ്റുമില്ലെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് ഡാനയ്ക്ക് മനസ്സിലാകും. പോകും വഴി സീ ഫുഡ് വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങാൻ വണ്ടി നിർത്തി അവർ ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രഗ്നന്റ് ലേഡിയെ കാണാതായതായി പോസ്റ്റർ വെച്ചിരിക്കുന്നത് ഡാന കാണുന്നു. ശേഷം അവർ വീണ്ടും യാത്ര തുടരുന്നു. അവർ കൊണ്ടുപോയ വാഹനം ഒരു സ്ഥലത്തിട്ട് ചെറിയൊരു ബോട്ടിൽ കയറി ഉൾക്കാട്ടിലേക്ക് പോകും. അതൊരു പ്രത്യേക ഐലൻഡ് ആയിരുന്നു. പോകും വഴി ഡാന നിറയെ ഫോട്ടോസും എടുക്കുന്നുണ്ട്. കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ അവൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നെങ്കിലും ചാൾസിന് അത് മനസ്സിലാകാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെ പോകുന്നതിനിടയിൽ ആദ്യം കാണിച്ച പ്രഗ്നന്റ് ലേഡിയുടെ ബാഗ് അവിടെ കിടക്കുന്നെങ്കിലും അവരത് കാണാതെ ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച ചാൾസ് ടെന്റ് ഉണ്ടാക്കുന്നു. ശേഷം ആ ടെന്റിൽ അവർ വളരെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. സമയം അങ്ങനെ രാത്രിയാകുന്നു. ചാൾസ് ഉറക്കം പിടിക്കുമ്പോഴേക്കും ഡാന അവളെടുത്ത ഫോട്ടോസ് ക്യാമറ എടുത്ത് നോക്കും. കാടിനുള്ളിൽ വെച്ചെടുത്ത ഒരു ചിത്രത്തിൽ ഒരു മരത്തിനോട് ചേർന്ന് അത്ര വ്യക്തമല്ലാത്തൊരു രൂപം അവൾ കാണുന്നു. ചാൾസിനെ വിളിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നെങ്കിലും നല്ല ഉറക്കമായതിനാൽ പുള്ളി അത് ശ്രദ്ധിക്കുന്നില്ല. ഡാന ടെന്റിന്റെ പുറത്തേക്ക് വന്ന് കാടിന്റെ ആ രാത്രി ഭംഗി ആസ്വദിച്ച് അങ്ങനെയിരിക്കും. തന്റെ പ്രഗ്നൻസിയുടെ കാര്യം ചാൾസിനോട് പറയാൻ കഴിയാത്തതിന്റെ മാനസിക സമ്മർദ്ദവും അവൾക്കുണ്ട്. എങ്ങനെയെങ്കിലും ഉറങ്ങാമെന്ന് കരുതി ടെന്റിനുള്ളിൽ കയറി കിടക്കുന്നെങ്കിലും ദൂരെ എവിടെയോ വെടിയൊച്ച കേൾക്കുന്നത് കാരണം അവൾക്ക് നന്നായി ഉറങ്ങാനും കഴിയുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്ന അവൾക്ക് പ്രഗ്നൻസിയുടെ മോർണിംഗ് സിക്നസ് ഉണ്ടാകുന്നെങ്കിലും ചാൾസ് അത് അറിയാതെ അവൾ ശ്രദ്ധിക്കും. രാത്രി അവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവൾ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകാമെന്ന് പറയും. പോകും വഴി അവിടെ മറ്റാരോ ഉണ്ടായിരുന്നതിന്റെ ലക്ഷണങ്ങൾ കാണും, ബിയർ ബോട്ടിലും മറ്റും. സാധാരണയായി അവിടെ ഒരു ഒറ്റപ്പെട്ട കാടായതിനാൽ വാഹനങ്ങളൊന്നും എത്തില്ലായിരുന്നു. എന്നാൽ വാഹനങ്ങൾ പോയതിന്റെ ടയറിന്റെ പാടും അവർ കാണുന്നു. അത് കാര്യമാക്കാതെ കുറച്ചുകൂടെ കാടിനുള്ളിലേക്ക് കടന്ന് ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ച് തീയൊക്കെ ഇട്ട് അങ്ങനെ സംസാരിച്ചിരിക്കും. പകൽ അവിടേക്ക് ഡാന ചിത്രങ്ങൾ എടുക്കാൻ ക്യാമറയുമായി നടക്കുന്നതിനിടയിൽ ഒരു നശിച്ചു കിടക്കുന്ന ടെന്റ് കാണും. അതിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ കിടന്നൊരു ബാഗിൽ നിന്ന് അവൾക്കൊരു ബുക്ക് കിട്ടും. പ്രഗ്നന്റ് ലേഡീസ് വായിക്കുന്ന ഒരു ബുക്കായിരുന്നു അത്. പ്രഗ്നന്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അവൾ അതെടുത്ത് അവിടെ നിന്ന് പോകും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വെടിയൊച്ചയും മോട്ടോർ ബൈക്കിന്റെ ശബ്ദവും കേട്ട് അവരുണരും. ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ കുറെ പേർ വേട്ടയ്ക്ക് വന്നവരാകണം. ബിയർ കഴിച്ച് വെടിയൊക്കെ വെച്ച് ഭയങ്കരമായി ബഹളം വെക്കുകയാണ് അവർ. ചാൾസ് വേഗം തോക്കെടുക്കും. അപ്പോഴാണ് ഡാന അത് ശ്രദ്ധിക്കുന്നത്. അപ്പോഴേക്കും എന്തോ ഒരു അലർച്ച കേട്ട് എല്ലാവരും ഞെട്ടുന്നു. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഹണ്ടേഴ്സിൽ കുറച്ചു പേർ മരിച്ചു വീഴുകയും ബാക്കിയുണ്ടായിരുന്നവർ വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. പിന്നെ ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ചാൾസ് ആരെങ്കിലും ജീവനോടുണ്ടോ എന്നറിയാൻ അവിടേക്ക് പോകും. മരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരാളെ വലിച്ച് ടെന്റിനുള്ളിലേക്ക് കൊണ്ടുവരും. അയാളുടെ കാലിന്റെ എല്ലൊക്കെ പൊട്ടി പുറത്തു വന്ന വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വേദന കൊണ്ട് അയാൾ അലറി വിളിച്ചുകൊണ്ടേയിരുന്നു. അയാളെ നിശബ്ദനാക്കാൻ മറ്റു മാർഗങ്ങളില്ലാതിരുന്നത് കൊണ്ട് തന്നെ ചാൾസ് അയാളുടെ മുഖത്തിട്ട് ഒറ്റ ഇടി കൊടുക്കുന്നതോടെ അയാളുടെ ബോധം പോകും. അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിനിടയിൽ അയാളുടെ നെഞ്ചിൽ നിന്ന് ഒരു വിരലിന്റെ ഭാഗവും ഒരു നഖവും ചാൾസിന് കിട്ടും. വീണ്ടും അലർച്ച കേട്ടുകൊണ്ടേയിരിക്കും. ഡാനയ്ക്കും ചാൾസിനും നല്ല പേടി തോന്നും ഇത് കേട്ട്. ഇതിനിടയിൽ ബോധം വരുന്ന ഹണ്ടർ പിന്നെയും നിലവിളിക്കാൻ തുടങ്ങും. അയാളെ ഒരുവിധം ചാൾസും ഡാനയും കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കും. വേദന മാറാൻ അയാൾക്ക് ടാബ്ലറ്റ് കൊടുക്കുന്നെങ്കിലും അയാൾ അത് വായിൽ ഒതുക്കി വെച്ചിരുന്ന് ഡാനയും ചാൾസും കാണാതെ തുപ്പിക്കളയുന്നു. 3 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു.
ഹണ്ടറിനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. പരസ്പരം അവർ പരിചയപ്പെടും. അങ്ങനെ സമയം കടന്നു പോകെ ടെന്റിന് പുറത്ത് അവ്യക്തമായി ഒരു രൂപം നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും വ്യക്തമായി കാണിക്കുന്നില്ല. പക്ഷെ അതിങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ശബ്ദമുണ്ടാക്കി ടെന്റിന് ചുറ്റും നടക്കും. എന്നാൽ ആ സമയത്ത് ഹണ്ടർ മൂളിപ്പാട്ടൊക്കെ പാടി വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. അയാളാണെങ്കിൽ ഡാനയെ വല്ലാത്ത രീതിയിൽ നോക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. വികൃതമായ ഒരു കൈ മരത്തിൽ പിടിച്ചിരിക്കുന്നതായി ഇതിനിടയ്ക്ക് കാണിക്കും. എന്തായാലും ആ ജീവി അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് 3 പേർക്കും ഉറപ്പായിരുന്നു. അങ്ങനെ സമയം കടന്നു പോകവേ ചാൾസ് ഡാനിയുടെ മടിയിൽ കിടന്നങ്ങനെ ഉറങ്ങും. ആ രാത്രി ഒരുവിധം കഴിച്ചുകൂട്ടി നേരം വെളുക്കും. ഹണ്ടറും ഡാനയും സംസാരിക്കുന്നതിനിടയിൽ ഡാനയ്ക്ക് അയാൾ തന്റെ ഭാര്യയുടെ ചിത്രം കാണിച്ചു കൊടുക്കുകയും ഫാമിലിയെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കെ പെട്ടെന്ന് ഒരാളുടെ നിലവിളിയും ആ അജ്ഞാത ജീവിയുടെ അലർച്ചയും കേൾക്കുന്നു. ചാൾസും ഡാനയും നോക്കുമ്പോൾ അയാൾ ഹെൽപ്പിനായി വിളിക്കുകയാണ്. കൂടാതെ പേടിച്ച് മരത്തിന് മുകളിലേക്ക് നോക്കുകയും ചെയ്യും. അതോടെ അതൊരു ട്രാപ്പാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അവർ ടെന്റിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ജീവി സഹായം ചോദിച്ച അയാളെ വലിച്ചുകൊണ്ടു പോവുകയും കൊന്ന് ടെന്റിന് മുകളിലേക്ക് എറിയുകയും ചെയ്യുന്നു. എന്നാൽ ടെന്റിനുള്ളിലുള്ള 3 പേരെയും ഉപദ്രവിക്കാൻ എന്തോ വിമുഖത കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ടെന്റിനുള്ളിലെ ഹണ്ടർക്ക് ആ ഭാഗത്ത് എല്ലാവരും കാലങ്ങളായി പറയുന്ന കുറച്ച് കഥകൾ അറിയാവുന്ന ആളായിരുന്നു. ഡാനി ആ കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കുട്ടിക്കാലത്ത് അയാൾ കേട്ട ഒരു ലോക്കൽ സ്റ്റോറി ആയിരുന്നു അത്. ആ വനത്തിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ താമസിച്ചിരുന്നു. ആ ട്രൈബിൽപ്പെട്ട പെൺകുട്ടിയെ അവർ ദൈവത്തിന് ബലി നൽകുന്നു. ബലി നൽകുന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ ആ സംഭവം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ട്രൈബിൽപ്പെട്ട ഗർഭിണികളെ കാണാതാവുകയും ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ട് പല മരണങ്ങൾ നടക്കുകയും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും എല്ലാവരും അതൊക്കെ കെട്ടുകഥകളായാണ് കരുതുന്നത്. ഇതൊക്കെ കേട്ട് ഡാനയും ചാൾസും ടെൻഷനാകുന്നു. സമയം അങ്ങനെ കടന്നു പോകുന്നു. അപ്പോഴാണ് ആ ഹണ്ടർ ഡാന മറ്റേ ടെന്റിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ടെക്സ്റ്റ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അതോടെ ഡാന പ്രഗ്നന്റ് ആണെന്ന കാര്യം അയാൾക്ക് മനസ്സിലാകുന്നു. ഡാന പ്രഗ്നന്റ് ആയിരുന്നതിനാലാണ് ആ ഡീമോൺസ് അവരെ ആക്രമിക്കാഞ്ഞതെന്ന് മനസ്സിലാക്കിയ ഹണ്ടർ പതിയെ ചാൾസിന്റെ കൈവശമുണ്ടായിരുന്ന ആ തോക്ക് കൈക്കലാക്കും. ചാൾസ് ഇത് കണ്ട് പിടികൂടുമ്പോഴേക്കും ചാൾസിന്റെ കാലിൽ അബദ്ധത്തിൽ വെടിയേൽക്കും. തോക്ക് ചൂണ്ടി ഡാനയോട് തന്റെ കൂടെ വരാൻ അയാൾ പറയും. നീ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഡിമോൺസ് നിന്നെ ആക്രമിക്കില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണമെന്നും ഹണ്ടർ പറയും. അപ്പോഴാണ് ഡാന പ്രഗ്നന്റ് ആണെന്ന് ചാൾസ് അറിയുന്നത്. രാത്രിയിൽ ഹണ്ടറിനെ ടെന്റിൽ കൊണ്ടുവന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ആ ഡീമോണിന്റെ നഖം ഉപയോഗിച്ച് ഹണ്ടറിന്റെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് അയാളുടെ ശ്രദ്ധ തിരിച്ച് അയാളുടെ കയ്യിൽ നിന്നും ഡാന തോക്ക് തട്ടിപ്പറിച്ചു വാങ്ങി അയാൾക്ക് നേരെ ചൂണ്ടുന്നു. അങ്ങനെ ആ ഹണ്ടറിനെ അവിടെ നിന്ന് ഒരു മരത്തിൽ കൊണ്ട് കെട്ടിയിടും. ടെന്റിലെത്തി ചാൾസിന്റെ മുറിവിൽ മരുന്ന് വെക്കുമ്പോൾ നീ എന്താണ് എന്നോട് പ്രഗ്നന്റ് ആണെന്ന് പറയാഞ്ഞത് എന്ന് ചാൾസ് ചോദിക്കും. അവന് താല്പര്യമില്ലാതിരുന്നതുകൊണ്ടാണ് എന്നൊക്കെ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴേക്കും ആ ഹണ്ടർ കെട്ടഴിച്ച് അവിടുന്ന് രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും അവിടെ ഡീമോൺസിന്റെ അലർച്ച കേൾക്കാൻ തുടങ്ങും. ഹണ്ടറുമായുള്ള സംഭാഷണത്തിൽ നിന്ന് അവിടേക്ക് ഒരു വാഹനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഡാന മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ അത് എടുക്കാനായി ടെന്റിന് പുറത്തേക്ക് പോകാൻ തീരുമാനിക്കും. പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഉപദ്രവിക്കില്ലെന്ന വിശ്വാസവും ഉണ്ടല്ലോ. ആ ക്രീച്ചേഴ്സ് വരുന്നത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഹണ്ടർ നേരത്തെ അവിടെ മരിച്ചു കിടന്ന ഒരാളുടെ ശവശരീരത്തിനടിയിൽ കയറി കിടക്കും. അവിടേക്ക് വരുന്ന ഡീമോൺ അതുകൊണ്ട് തന്നെ അയാളെ കാണാതെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഡാന ടെന്റിന് പുറത്തേക്ക് കടക്കും. അല്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മരത്തിന് പിന്നിൽ നിന്ന് ഒരു രൂപം അവളെ നോക്കുന്നത് ഡാന കാണും. തോക്കു ചൂണ്ടി അവൾ പുറത്തേക്ക് വരാൻ അതിനോട് അലറും. ആ ജീവിയും അവളുടെ തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേക്കും അവൾ ഏതോ മായാജാലത്തിൽപ്പെട്ടതുപോലെ കയ്യിലിരുന്ന തോക്ക് താഴെയിട്ട് ആ ജീവിയുടെ കൈ പിടിച്ച് തന്റെ വയറ്റിൽ വയ്ക്കും. ശരീരമാസകലം ചെടികളും പായലുകളും പിടിച്ച ചില്ലകളോടുകൂടിയ ഒരു വല്ലാത്ത രൂപമായിരുന്നു അത്. അവരങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുമ്പോഴേക്കും ചാൾസ് അവിടേക്ക് വന്ന് ആ ജീവിയെ വെടിവെച്ചിടും. എന്നിട്ട് ഡാനയോട് വണ്ടി എടുത്ത് വരാൻ പറയും. ഡാന വണ്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാൻ അവൾക്ക് അറിയില്ലായിരുന്നു. ഒരു ജീവി മരിച്ചത് കണ്ട് കൂടെയുള്ള മറ്റു ജീവികളും അവിടേക്ക് വരുന്നു. അതിലൊരെണ്ണം ഡാനയുടെ അടുത്ത് വന്ന് അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ അതിന്റെ വിരലിൽ ഒരു പ്രത്യേകതരം മോതിരം കിടക്കുന്നത് ഡാന ശ്രദ്ധിക്കും. ഡാന ടെന്റിലില്ലാത്തതുകൊണ്ട് തന്നെ ചാൾസിനെ ആക്രമിക്കാൻ ഒരു ഡീമോൺ അവിടേക്കും വരുന്നു. ഇതുപോലെയുള്ള കുറെ ക്രീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ചാൾസ് വേഗം ഡാനയെ ഹെൽപ്പിനായി വിളിക്കും. അവൾ വേഗം തിരികെ ടെന്റിനടുത്ത് എത്തുന്നതോടെ ഡീമോൺസ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഡാനയും ചാൾസും ഡാനയുടെ വയർ വളർന്നിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. ആ ഡീമോൺ കൈവച്ച് തന്റെ വയറിൽ തൊട്ടിരുന്നതായി ഡാന ചാൾസിനോട് പറയും. അപ്പോഴേക്കും അവളുടെ കയ്യിൽ ഒരുമാതിരി പായൽ ചെടികൾ വളരുകയും കവിളാകെ വിണ്ടുകീറുകയും ചെയ്യും. ഇതൊക്കെ കണ്ട് ചാൾസിന് വല്ലാതെ വിഷമമാകുന്നു. രക്ഷപ്പെട്ട ഹണ്ടർ അപ്പോഴേക്കും എവിടെയെന്നോ ഒരു തോക്കുമായി വന്ന് രക്ഷപ്പെടാൻ ഡാനയെ വിളിക്കുന്നു. തോക്കു ചൂണ്ടി നിൽക്കുന്ന ഹണ്ടറിന്റെ കയ്യിൽ ഡീമോണിന്റെ കയ്യിൽ കണ്ട് അതേ മോതിരം കണ്ട് ഡാന ചിരിക്കും. തന്റെ ഭാര്യയും ഡീമോൺസിന്റെ കൂട്ടത്തിലുണ്ട്. അവൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഉപേക്ഷിച്ച് മറ്റാരുടെ കൂടെ കാട്ടിലേക്ക് പോന്നു. താൻ അതിനുശേഷം അവളെ തിരക്കിയില്ല എന്ന് ഹണ്ടർ പറയും. ചാൾസിന്റെ കൈ കെട്ടിയിട്ട ശേഷം തന്നോടൊപ്പം വരാൻ അയാൾ ഡാനയോട് പറയുന്നു. മറ്റു വഴികളില്ലാത്തതിനാൽ ചാൾസിന്റെ കൈകൾ കെട്ടുന്നതിനിടയിൽ അവിടേക്ക് ഒരു ഡീമോൺ വരുന്നത് ഡാന കാണും.
അതുകൊണ്ട് തന്നെ ചാൾസിന്റെ കൈകൾ കെട്ടാൻ അവൾ വിസമ്മതിക്കും. എങ്ങനെയും ഹണ്ടറിനെ ടെന്റിന് പുറത്തിട്ട് ഡീമോൺ അയാളുടെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് ഡാനയ്ക്ക് അറിയാമായിരുന്നു. ഹണ്ടർ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കെ ഡീമോൺ അവിടേക്ക് വന്ന് ഹണ്ടറിനെ വലിച്ചു കൊണ്ടുപോകും. ആ ഗ്യാപ്പിൽ ഡാന ചാൾസിനെയും കൊണ്ട് ആ വണ്ടിയുടെ അടുത്തേക്ക് വരും. അപ്പോഴേക്കും കുറെ ഡീമോൺസ് അവരുടെ അടുത്തേക്ക് വരും. ഡാനയുടെ വയർ നിമിഷങ്ങൾക്കകം വളർന്നുകൊണ്ടേയിരിക്കും. ഡീമോൺ വലിച്ചു കൊണ്ടുപോയ ഹണ്ടറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഡാനയെ ഉപദ്രവിച്ചുകൊണ്ട് എവിടെ തന്റെ ഭാര്യ കാണിച്ചു തരാൻ ഹണ്ടർ ആവശ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് ഒരു രൂപത്തിന് ഡാന അയാൾക്ക് കാണിച്ചു കൊടുക്കും. തല ചെന്ന് വീഴുന്നത്. അതോടെ ഹണ്ടർ മരിക്കും. അപ്പോഴേക്കും ഡാനയുടെ കൈകളും മുഖവും ഒക്കെ ആ ഡീമോൺസിന്റെ കൂട്ട് മാറിയിരുന്നു. അവളും ആ ഡീമോൺസിലൊരാളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ നേരെ ചാൾസിന്റെ അടുത്തേക്ക് വരും. അയാളുടെ മുഖത്ത് തൊടാനായി അവൾ കൈകൾ ഉയർത്തുമ്പോഴേക്കും അവർ രണ്ടും ഒരുമിച്ച് ചെലവഴിച്ച മനോഹരമായ ഓർമ്മകൾ അവളിലേക്ക് വരുന്നു. ചാൾസ് അവളോട് ഐ ലവ് യു എന്ന് പറയുമ്പോഴേക്കും അയാളുടെ തല പിടിച്ച് ഒറ്റ തിരിപ്പാണ് ഡാന. അങ്ങനെ അവൾ ചാൾസിനെയും കൊല്ലുന്നു. അതോടെ പൂർണ്ണമായും ഡാനയും ഡീമോണായി മാറാൻ തുടങ്ങുന്നു. അവൾ അവിടെ വീണ് കിടന്ന് അലറുന്നു. ഏകദേശം അവൾക്ക് പ്രസവ വേദന തുടങ്ങിയിരുന്നു. നിമിഷങ്ങൾക്കകം അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. അങ്ങനെ അവളും പൂർണ്ണമായും ആ ഡീമോണായി മാറും. അടുത്ത സീനിൽ മറ്റൊരു ലേഡി ട്രക്കിങ്ങിനായി കാട്ടിലേക്ക് വരുന്നു. വീണു കിടക്കുന്ന ഡാനയുടെ ക്യാമറ എടുത്ത് അതിലെ ചിത്രങ്ങൾ നോക്കുമ്പോൾ ആ ലേഡി അതിലൊരു രൂപം കാണുന്നു. അതോടെ ചിത്രം അവസാനിക്കും. ഡാനയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ ആ ദുരന്തം വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്.